ENC എഡ്യൂമേറ്റിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് നിങ്ങൾ എല്ലാവരും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അക്കൗണ്ടൻസി ക്ലാസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ അക്കൗണ്ടൻസിയുടെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ ലാസ്റ്റ് ക്ലാസ്സിലോട്ട് എത്തിയിരിക്കുകയാണ്. നമ്മൾ കുറെ പഠിച്ചു വന്നു. എന്താണ് അക്കൗണ്ടൻസി എന്നും അതിന്റെ ഡെഫിനിഷൻ പഠിച്ചു. ദെൻ ബേസിക് ആസ്പെക്ട്സ് പഠിച്ചു. എന്താണ് മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടൻസി പഠിച്ചു. ലിമിറ്റേഷൻസ് ഓഫ് അക്കൗണ്ടൻസി പഠിച്ചു. ദെൻ ബുക്ക് കീപ്പിംഗ് ആൻഡ് അക്കൗണ്ടിംഗ് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. കഴിഞ്ഞ 2 ക്ലാസ്സിൽ ഞാൻ ബേസിക് ടേംസ് ഓഫ് അക്കൗണ്ടൻസി എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു. ബിസിനസ് അക്കൗണ്ടൻസിയുമായി ബന്ധപ്പെട്ട ബേസിക് ടേംസ് എന്തൊക്കെയാണ്, അക്കൗണ്ടൻസിൽ പ്രയോജനപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട വാക്കുകൾ ഏതൊക്കെയാണ്, നമുക്ക് പരിചയപ്പെട്ടാൽ മാത്രമേ ഈ വാക്കുകൾ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നതാണ് അക്കൗണ്ടൻസിയിൽ. അവയെ നമ്മൾ നന്നായി പരിചയപ്പെട്ടാൽ മാത്രമേ നമുക്ക് അക്കൗണ്ടൻസി നന്നായിട്ട് കണക്ക് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ എന്താണെന്ന് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതിൽ നമ്മൾ എന്താണ് അസറ്റ് എന്നും എന്താണ് ലയബിലിറ്റീസ് എന്നും ദെൻ എക്സ്പെൻസസ് എന്താണ്, ലോസ് എക്സ്പെൻഡിച്ചർ എന്തൊക്കെയാണ്, ദെൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അസറ്റ്സ് എന്തൊക്കെയാണ്, ഫിക്സഡ് അസറ്റ്സ്, കറണ്ട് അസറ്റ് എന്നൊക്കെ നമ്മൾ അവിടെ പഠിച്ചു കഴിഞ്ഞു. അതിന്റെ ബാക്കിയായിട്ട് നമുക്ക് ഇനി കുറെ മെയിൻ ടേംസ് നമുക്ക് പഠിക്കാനുണ്ട്. ആ മെയിൻ ടേംസിലേക്ക് നമ്മൾ പോവുകയാണ്. അതർ ബേസിക് ടേംസ് ഓഫ് അക്കൗണ്ടൻസി. ഓക്കെ, അസറ്റ്സ് കഴിഞ്ഞു, ലയബിലിറ്റി കഴിഞ്ഞു, ക്യാപിറ്റൽ പഠിച്ചു, ഡ്രോയിങ്സ് പഠിച്ചു, എക്സ്പെൻഡിച്ചേഴ്സ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ പോകുന്നത് അത് കൂടാതെ ബാക്കി കുറെ പുതിയ ടേംസ് നമ്മൾ പഠിക്കാൻ പോവാണ്. എന്താണ് പ്രോഫിറ്റ്, എന്താണ് ലോസ്, എന്താണ് ക്രെഡിറ്റേഴ്സ്, ഡെറ്റേഴ്സ് എന്തൊക്കെയാണ്, അതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾ ക്ലാസ്സിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് തന്നെ ഇതുവരെ നിങ്ങൾ ഈ ചാനൽ ENC എഡ്യൂമേറ്റ് എന്ന ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇംഗ്ലീഷ്, അക്കൗണ്ടൻസി ആൻഡ് മാനേജ്മെന്റ് ക്ലാസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ തീർച്ചയായും താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ദെൻ ബെൽ ഐക്കൺ എനേബിൾ ചെയ്താൽ ഞങ്ങൾ അയക്കുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. വളരെ ബേസിക് ടേംസ് ഓഫ് അക്കൗണ്ടിങ്. ഓക്കെ, നമ്മൾ കുറെ പഠിച്ചു, ബേസിക് ടേംസ് നമ്മൾ കുറെ പഠിച്ചു. ഇനി ബാക്കിയുള്ള കുറെ ടേംസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം. അതിൽ ഒന്നാമത്തത് പ്രോഫിറ്റ് എന്താണ്, ലാഭം എന്താണെന്ന് നോക്കാം. ഒന്നാമത്തത് നമ്മൾ പഠിച്ചു വരുന്ന കുറെ ടേംസിൽ അടുത്തത് നമ്മൾ നോക്കുകയാണ്. എന്താണ് പ്രോഫിറ്റ്? It is the excess of revenue over expenses in an accounting year. Okay, and it represents the interest in capital. എന്താ പറയണത്? ബിസിനസ് സ്ഥാപനത്തിന്റെ എക്സ്പെൻസിനെക്കാളും എക്സസ് ഓഫ് റവന്യൂ, ഏതിനേക്കാളും ചെലവിനേക്കാളും കൂടുതൽ വരുമാനം ആ ബിസിനസ് സ്ഥാപനത്തിൽ ലഭിക്കുന്നെങ്കിൽ ഇറ്റ് ഈസ് ദ, ഒന്നാമത്തെ വാക്ക് എന്താണ്? ഇറ്റ് ഈസ് ദ എക്സസ്, അധികമാണ്. എന്താണ് അധികം കിട്ടുന്നത്? റവന്യൂ, എക്സസ് ഓഫ് റവന്യൂ ഓവർ എക്സ്പെൻസസ്. ചെലവിനേക്കാൾ അധികം നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിൽ ലഭിക്കുന്ന വരുമാനത്തിന് പറഞ്ഞ പേരാണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഓൾസോ റെപ്രസെന്റ്സ് ദ ഇൻട്രസ്റ്റ് ഇൻ ക്യാപിറ്റൽ. ക്യാപിറ്റൽ നമുക്ക് ലഭിക്കുന്ന പലിശയും നമുക്ക് അതിൽ ചേർക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ, ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ ചെലവെന്ന് പറഞ്ഞാൽ ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിച്ച് വിപണിയിൽ എത്തിക്കാൻ വേണ്ടി ആ ബിസിനസ് സ്ഥാപനത്തിനുണ്ടായ ചെലവ് ഒരു 50,000 റുപ്പീസ് ആണ് ആ ബിസിനസ് സ്ഥാപനത്തിന്റെ ചെലവ്. ദെൻ ആ ബിസിനസ്, ഇത് എക്സ്പെൻസ് ആണ് കേട്ടോ. ദെൻ ആ ബിസിനസ് സ്ഥാപനത്തിന്റെ വരുമാനം, റവന്യൂ എന്ന് പറഞ്ഞാൽ ഒരു 70,000 ആണെങ്കിൽ റവന്യൂ കൂടുതലും എക്സ്പെൻസ് കുറവാണ്. ദാറ്റ് ഈസ് എക്സസ് ഓഫ് റവന്യൂ ഓവർ എക്സ്പെൻസ്. എത്ര രൂപയാണ് റവന്യൂ അധികം? എത്ര വന്നു? ചെലവിനേക്കാൾ അധികം എത്ര വന്നു? നമുക്ക് 70,000 മൈനസ് 50,000 നമുക്ക് ആൻസർ കിട്ടും 20,000. നമുക്ക് അധികം എത്ര രൂപ റവന്യൂ വന്നു? ദാറ്റ് ഈസ് പ്രോഫിറ്റ്. ഓക്കെ, എക്സസ് ഓഫ് റവന്യൂ ഓവർ എക്സ്പെൻസസ്, അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്? പ്രോഫിറ്റ് എന്ന് നമ്മൾ പറയുന്നു. ദെൻ ഇതുമായി ചേർന്ന് നമ്മൾ രണ്ടാമത്തെ ടേംസ് പഠിക്കാൻ പോവാണ്. എന്താണ് ലോസ്? ലോസ് ഇതിന്റെ ഓപ്പോസിറ്റ് ആണ്. എന്താണ് ലോസ്? ഇറ്റ് ഈസ് ദ എക്സസ് ഓഫ് എക്സ്പെൻസസ്. ഇവിടെ എന്താണ് കൂടുതൽ? ഇവിടെ ചെലവ് കൂടുതലാണ്. ഏതിനേക്കാളും? വരുമാനത്തിനേക്കാളും. ഇറ്റ് ഈസ് ദ ലോസ്. നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് രണ്ടാമത്തെ ടേം ലോസ്. ലോസ് ഈസ് ദ എക്സസ് ഓഫ് എക്സ്പെൻസസ് ഓവർ റവന്യൂ. റവന്യൂവിനെക്കാളും ചെലവാണ് നമുക്ക് കൂടുതലെങ്കിൽ ആ എമൗണ്ടിന്, ആ അധികം വരുന്ന ചെലവിനെ പറഞ്ഞ പേരാണ് ലോസ് എന്ന് പറഞ്ഞത്. നമുക്ക് ഈ എക്സാമ്പിൾ തന്നെ നോക്കാം. ഇവിടെ നമുക്ക് റവന്യൂ 70,000, എക്സ്പെൻസ് ചെലവ് എത്രയാണ്? എക്സ്പെൻസ് ഒരു 1 lakh ആണെന്ന് വെച്ചോളൂ. നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിന് ചെലവ് 1,00,000, വരുമാനം 70,000 രൂപയാണെങ്കിൽ ഏതാണ് കൂടുതൽ? ചെലവ് കൂടുതൽ. അപ്പൊ ചെലവ് അധികം വരുന്ന ചെലവ്, റവന്യൂവിനെക്കാളും വരുമാനത്തിനേക്കാളും അധികം വരുന്ന ചെലവിന് നമുക്ക് പറഞ്ഞ പേരാണ്
ലോസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എത്ര രൂപയായിരിക്കാം ലോസ് വരിക? 1 lakh എക്സ്പെൻസ്, റവന്യൂ 70,000, ദെൻ ലോസ് എത്രയായിരിക്കാം നമുക്ക്? ഈസ് ഈക്വൽ ടു 30,000. ഓക്കെ, രണ്ട് ടേമും പഠിക്കുക. ഒന്നാമത്തത് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എക്സസ് ഓഫ് റവന്യൂ, റവന്യൂ അധികമാണ് ഏതിനേക്കാളും? ചെലവിനേക്കാളും. ലോസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ എക്സസ് ഓഫ് എക്സ്പെൻസസ്. ഓക്കെ, ലോസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ എക്സസ്, അധികമാണ്. ഏതാണ് അധികം? എക്സ്പെൻസസ്, എക്സ്പെൻസസ് ആണ് അധികം ഏതിനേക്കാളും? ഓവർ റവന്യൂ. ഓക്കെ, റവന്യൂവിനെക്കാളും അധികം ഉണ്ടാകുന്ന ചെലവിനെ പറഞ്ഞത്. അപ്പൊ അവിടെ വരുമാനം കുറവും ചെലവ് കൂടുതലുമാണ്. നമ്മൾ ഏത് ബിസിനസ് സ്ഥാപനത്തിലാണെങ്കിലും വരുമാനം കുറവും ചെലവാണെങ്കിൽ അത് നമുക്ക് എന്ത് പറയാം? നഷ്ടം എന്ന് പറയാം, ലോസ് എന്ന് പറയാം. അപ്പൊ ഓർമ്മിച്ചേക്കാം, ലോസ് എന്ന് പറഞ്ഞാൽ എക്സസ് ഓഫ് എക്സ്പെൻസ്. ഓക്കെ, അധികമായി വരുന്ന ചെലവ് ഏതിനേക്കാളും? വരുമാനത്തിനേക്കാളും. അതിനെ ലോസ് എന്ന് പറയുന്നു. മറ്റേത് പ്രോഫിറ്റ് എന്തായിരുന്നു? എക്സസ് ഓഫ് റവന്യൂ, റവന്യൂ കൂടുതലാണ്, ചെലവ് കുറവായിരിക്കും. അടുത്ത് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട മൂന്നാമത്തെ ടേം പഠിക്കാൻ പോകുന്നു. എന്താണ് ഗെയിൻ? നേട്ടം ഉണ്ടാക്കുക. ഗെയിൻ എന്ന് പറഞ്ഞാൽ ലാഭം ഉണ്ടാക്കുന്നത് പോലെ തന്നെ, പക്ഷെ റെഗുലർ ബിസിനസ് ട്രാൻസാക്ഷനിലൂടെ അല്ല, റെഗുലർ ബിസിനസ് ഓപ്പറേഷൻസിലൂടെ അല്ല, ഫംഗ്ഷൻസിലൂടെ അല്ല, ബിസിനസിന്റെ സാധാരണ പ്രവർത്തനങ്ങളിലൂടെ നേടുന്നതാണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. പക്ഷെ വല്ലപ്പോഴും ഇൻസിഡന്റാലായി ബിസിനസ് സ്ഥാപനത്തിൽ ഉണ്ടാകുന്ന നേട്ടത്തിന് പറഞ്ഞവരാണ് ഗെയിൻ എന്ന് പറയുന്നത്. എ പ്രോഫിറ്റ് ദാറ്റ് എറൈസസ് ഫ്രം ഈവന്റ്സ് ഓർ ട്രാൻസാക്ഷൻസ് വിച്ച് ആർ ഇൻസിഡന്റൽ ടു ദ ബിസിനസ്. ബിസിനസ് സ്ഥാപനത്തിന് വല്ലപ്പോഴും സംഭവിക്കുന്ന ട്രാൻസാക്ഷൻസിലൂടെ സ്ഥാപനത്തിന് എന്തെങ്കിലും ലാഭം ഉണ്ടാവുകയാണെങ്കിൽ അതിനെ പറഞ്ഞ പേരാണ് ഗെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇൻസിഡന്റൽ ടു ദ ബിസിനസ്, വല്ലപ്പോഴും ഡെയിലി ഉള്ള ബിസിനസ് ട്രാൻസാക്ഷനിലൂടെ നേടുന്നത് ലാഭം. വല്ലപ്പോഴും നടക്കുന്ന ട്രാൻസാക്ഷനിലൂടെ ബിസിനസ് സ്ഥാപനത്തിന് എന്തെങ്കിലും നേട്ടം ഉണ്ടാകുന്നെങ്കിൽ അതിനെ പറഞ്ഞ പേര് ഗെയിൻ എന്ന് പറയുന്നത്. ഇൻസിഡന്റൽ ടു ദ ബിസിനസ്. ഫോർ എക്സാമ്പിൾ, സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്സ്. നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിന് ഒരു മെഷീനറിയോ ഫർണിച്ചറോ നമ്മൾ വിൽക്കാൻ പോവുകയാണ്. അത് ഡെയിലി നമുക്ക് വിൽപ്പന നടത്തുന്നതല്ല, വല്ലപ്പോഴും നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിന് ആ ഫിക്സഡ് അസറ്റ്സ് വിൽക്കാണ്, ബിൽഡിംഗ് വിൽറ്റു. അപ്പൊ നമുക്ക് കുറെ ലാഭം ഉണ്ടാക്കാൻ സാധിച്ചു. അപ്പം വല്ലപ്പോഴും നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിൽ നടക്കുന്ന ലാഭം, കിട്ടുന്ന ട്രാൻസാക്ഷനിലൂടെ കിട്ടുന്ന ലാഭത്തിന് പറഞ്ഞ പേരാണ് ഗെയിൻ എന്ന് പറയുന്നത്. അപ്പൊ ഫോർ എക്സാമ്പിൾ, ഗെയിൻ എക്സാമ്പിൾ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്സ് ആൻഡ് അപ്രീസിയേഷൻ ഇൻ ദ വാല്യൂ ഓഫ് ആൻ അസറ്റ്, അസറ്റിന്റെ വില കൂടി. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിന് നേട്ടം ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. ദാറ്റ് ട്രാൻസാക്ഷൻസ് ആർ ഇൻസിഡന്റൽ ടു ദ ബിസിനസ്. ഓക്കെ, അത് എപ്പോഴും ഓർമ്മിക്കുക. ഡെയിലി ബിസിനസ് ട്രാൻസാക്ഷനിലൂടെ നമുക്ക് കിട്ടുന്നതിന് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇൻസിഡന്റൽ ട്രാൻസാക്ഷൻസിലൂടെ ബിസിനസ് സ്ഥാപനത്തിന് പ്രോഫിറ്റ് എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അതിനെ പറഞ്ഞ പേര് ഗെയിൻ എന്ന് പറയുന്നു. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോണത് എന്താണ് ഡിസ്കൗണ്ട്. ഇനി നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഈ ടേംസ് എല്ലാം നമുക്ക് മനസ്സിലാക്കിയിരിക്കണം, എങ്കിൽ മാത്രമേ അക്കൗണ്ട്സിലെ കണക്കൊക്കെ നമുക്ക് കൃത്യമായി ചെയ്യാനായി സാധിക്കുള്ളൂ. ഡിസ്കൗണ്ട് ഈസ് ദ ഡിഡക്ഷൻ ഇൻ ദ പീരീഡ് ഓഫ് ദ ഗുഡ്സ് സോൾഡ്. നമ്മുടെ ഇൻ ദ പ്രൈസ് ഓഫ് ദ ഗുഡ്സ് സോൾഡ്, സാധനം വിൽപ്പന നടത്തുമ്പോൾ, ഏതെങ്കിലും സാധനം വിൽപ്പന നടത്തുമ്പോൾ അതിന്റെ വിലയിൽ എന്തെങ്കിലും കുറവുണ്ടാകുന്നുണ്ടെങ്കിൽ, നമ്മൾ സാധനം വാങ്ങിയാൽ പറയുമ്പോൾ ഇതിന് 30% ഡിസ്കൗണ്ട്, അല്ലെങ്കിൽ 10% ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ ഡിഡക്ഷൻ ഇൻ ദ പ്രൈസ് ഓഫ് ഗുഡ്സ് സോൾഡ്. വിറ്റ സാധനത്തിന്റെ വിലയ്ക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതിനെ പറഞ്ഞ പേര് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഡിഡക്ഷൻ ഇൻ ദ പ്രൈസ് ഓഫ് ഗുഡ്സ് സോൾഡ്. There are two types of discount. ഡിസ്കൗണ്ട് പ്രധാനമായിട്ടും രണ്ട് തരമുണ്ട്. ഒന്നാമത്തേത് ട്രേഡ് ഡിസ്കൗണ്ട്. ഒന്നാമത്തെ ഡിസ്കൗണ്ട് എന്താണ്? ട്രേഡ് ഡിസ്കൗണ്ട്. രണ്ടാമത്തെ ഡിസ്കൗണ്ട് ക്യാഷ് ഡിസ്കൗണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് ട്രേഡ് ഡിസ്കൗണ്ട്, എന്താണ് ക്യാഷ് ഡിസ്കൗണ്ട്. ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൈസ് ഓഫ് ഡിഡക്ഷൻ ഇൻ ദ പ്രൈസ് ഓഫ് ദി ഗുഡ്സ് സോൾഡ്. അപ്പൊ അവിടെ ഒരു കിഴിവുണ്ടാകുന്നു, ഓക്കെ, കുറവുണ്ടാകുന്നു. എന്താണ് ട്രേഡ് ഡിസ്കൗണ്ട്? സാധനം വിൽപ്പന നടത്തുമ്പോൾ ആരൊക്കെ തമ്മിലാണ്? നമ്മുടെ ബയ്യർക്ക് സാധനം സെല്ലർ വിൽക്കുമ്പോൾ, വിൽപ്പനക്കാരൻ വാങ്ങുന്നയാൾക്ക് സാധനം വിൽക്കുമ്പോൾ അവിടെ നമ്മൾ വില കുറച്ച് കൊടുക്കുകയാണെങ്കിൽ, സാധനം വിൽക്കുമ്പോൾ ബയ്യർക്ക് വാങ്ങുന്നയാൾക്ക് വില കുറച്ച് കൊടുക്കുകയാണെങ്കിൽ ആ ഡിസ്കൗണ്ടിനെ പറഞ്ഞ പേരാണ് ആരൊക്കെയാണ്? സെല്ലർ ആർക്ക് നൽകുന്ന ഡിസ്കൗണ്ട് ആണ്? ബയ്യർക്ക് നൽകുന്ന ഡിസ്കൗണ്ട് ആണ് ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, സാധനം അറ്റ് ദ ടൈം ഓഫ് സെല്ലിംഗ് ഗുഡ്സ്, അറ്റ് ദ ടൈം ഓഫ് സെല്ലിംഗ് ഗുഡ്സ് ആർക്ക് നൽകുന്നതാണ്? സെല്ലർ ബയ്യർക്ക് സാധനം വില കുറച്ച് നൽകുകയാണെങ്കിൽ ആ ഡിസ്കൗണ്ടിന് പറഞ്ഞ പേര് ട്രേഡ് ഡിസ്കൗണ്ട് എന്നും. ദെൻ ക്യാഷ് ഡിസ്കൗണ്ട് അങ്ങനെയല്ല, പ്രോംപ്റ്റ് പേയ്മെന്റ്.
നമ്മുടെ ഡെറ്റർ ക്രെഡിറ്റർക്ക് അയാളുടെ കടം നമ്മൾ പൈസ കടമായിട്ട് വാങ്ങുമ്പോൾ കൃത്യസമയത്തിന് നമ്മൾ എന്ത് ചെയ്യണം? ആ പേയ്മെന്റ് നടത്തണം. പറഞ്ഞ സമയത്തിന് നമ്മൾ ആ കടം വീട്ടണം. അപ്പൊ കൃത്യമായി പേയ്മെന്റ് നടത്തുന്ന പറഞ്ഞവരാണ് പ്രോംപ്റ്റ് പേയ്മെന്റ്. അങ്ങനെ ശരിയായ സമയത്ത് പറഞ്ഞ സമയത്ത് അല്ലെങ്കിൽ പറഞ്ഞ കാലാവധിക്കുള്ളിൽ നമ്മുടെ കടം നമ്മൾ തീർക്കുമ്പോൾ ആ ഡെറ്റർക്ക് ആരാണോ കടം കൊടുക്കുന്നത് കടം വീട്ടുന്നത് അയാൾക്ക് ക്രെഡിറ്റർ നൽകുന്ന ഡിസ്കൗണ്ട് പറഞ്ഞ പേരാണ് ക്യാഷ് ഡിസ്കൗണ്ട്. ആരാണ്? ക്രെഡിറ്റർ. ഓക്കെ, ക്രെഡിറ്റർ എന്ന് പറഞ്ഞാൽ പൈസ കടമായി കൊടുത്തയാള്. ആരാണ്? അയാൾക്ക് പൈസ നൽകുന്ന ആളെ പറഞ്ഞ പേര് ഡെറ്റർ. ഓക്കെ, എ എന്ന് പറയുന്ന വ്യക്തി ക്രെഡിറ്റർ ആണെങ്കിൽ ബി എന്ന വ്യക്തിക്ക് 50,000 രൂപ കടമായി കൊടുത്തിട്ടുണ്ട്. ആ 50,000 രൂപ തിരികെ ഡെറ്റർ ആർക്ക് നൽകുന്നു? ക്രെഡിറ്റർക്ക് നൽകുമ്പോൾ കൃത്യസമയത്ത് പേയ്മെന്റ് നടത്തിയപ്പോൾ, മനസ്സിലായല്ലോ പറഞ്ഞത്? ഈ 50,000 രൂപ ക്രെഡിറ്റർ ആർക്ക് കൊടുത്തിരുന്നു? ഡെറ്റർക്ക് കൊടുത്തിരുന്നു. ആ ഡെറ്റർ എന്ത് ചെയ്തു? കൃത്യസമയത്ത് തന്നെ പേയ്മെന്റ് നടത്തി. പ്രോംപ്റ്റ് പേയ്മെന്റ് ആ പറഞ്ഞ കണ്ടീഷൻ അല്ലെങ്കിൽ ആ പറഞ്ഞ വ്യവസ്ഥയ്ക്ക് അനുസരിച്ചുകൊണ്ട് പറഞ്ഞ കാലാവധിക്ക് അനുസരിച്ചുകൊണ്ട് ഇയാള് കൃത്യസമയത്ത് തന്നെ ക്രെഡിറ്റർക്ക് പണം തിരികെ കൊടുക്കുമ്പോൾ ക്രെഡിറ്റർ ഡെറ്റർക്ക് നൽകുന്ന ക്യാഷ് ഡിസ്കൗണ്ടിന്റെ പറഞ്ഞ പേരാണ് ക്യാഷ് ഡിസ്കൗണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞ 4 പോയിന്റ്: പ്രോഫിറ്റ്, ഓക്കെ, ചെലവ് കുറവും വരുമാനം കൂടുതലും. ലോസ്, ചെലവ് കൂടുതലും വരുമാനം കുറവുമായിരിക്കും. ഗെയിൻ, വല്ലപ്പോഴും ബിസിനസ് സ്ഥാപനത്തിന് കിട്ടുന്ന നേട്ടമാണ് ഗെയിൻ എന്ന് പറയുന്നത്. ഡിസ്കൗണ്ട് 2 തരം: റിഡക്ഷൻ ഇൻ ദ പ്രൈസ് ഓഫ് ഗുഡ്സ് സോൾഡ്. 2 തരം ഡിസ്കൗണ്ട് ഉണ്ട്. ഒന്ന് ട്രേഡ് ഡിസ്കൗണ്ട്, സെല്ലർ ബയർക്ക് നൽകുന്ന ഡിസ്കൗണ്ട് ട്രേഡ് ഡിസ്കൗണ്ട്. ക്യാഷ് ഡിസ്കൗണ്ട്, ക്രെഡിറ്റർ ഡെറ്റർക്ക് നൽകുന്ന ഡിസ്കൗണ്ട്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് എന്താണ്? വൗച്ചർ. ഓക്കെ, വൗച്ചർ എന്ന് പറഞ്ഞാൽ നമുക്കതൊരു സോഴ്സ് ഡോക്യുമെന്റ് ആണ്. നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസ് എല്ലാം അതിനൊരു തെളിവുണ്ടാവണം. ഇങ്ങനെ ഒരു ട്രാൻസാക്ഷൻ നടന്നു, അതിനൊരു പ്രൂഫ് ഉണ്ടായിരിക്കണം. ഓക്കെ, ആ പ്രൂഫിനെ പറഞ്ഞ പേരാണ് സോഴ്സ് ഡോക്യുമെന്റ് അല്ലെങ്കിൽ വൗച്ചർ എന്ന് പറഞ്ഞാൽ. നമ്മൾ 5ാമത് പഠിക്കാൻ വന്നത് വൗച്ചർ. ബിസിനസ് സ്ഥാപനത്തിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസിന്റെ തെളിവായിട്ട് നമ്മൾ സൂക്ഷിക്കുന്ന ഡോക്യുമെന്ററി എവിഡൻസിനെ പറഞ്ഞ പേരാണ് വൗച്ചർ. നമ്മളിപ്പോ ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കാൻ പോയാൽ നമുക്ക് അവിടുന്ന് ഇലക്ട്രിസിറ്റി ബില്ല് അടച്ചതിന്റെ ബില്ല് കിട്ടും. അല്ലെങ്കിൽ സാധനം വാങ്ങാൻ പോകുമ്പോൾ നമുക്ക് റെസീറ്റ് കിട്ടും. നമുക്ക് എന്താണ് സാധനം നമ്മൾ പൈസ അടച്ചു കഴിഞ്ഞാൽ അവിടുന്ന് റെസീറ്റ് കിട്ടും, ബില്ല് കിട്ടും, എന്താണ് ക്യാഷ് മെമ്മോ കിട്ടും, ഇൻവോയ്സ് കിട്ടും. ഇതെല്ലാം ആ സോഴ്സ് ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഡോക്യുമെന്ററി എവിഡൻസ്, ഓരോ ട്രാൻസാക്ഷൻ നടന്നതിന്റെ തെളിവായിട്ട് ആ ബിസിനസ് സ്ഥാപനം നൽകുന്ന സപ്പോർട്ടിംഗ് എവിഡൻസിനെ പറഞ്ഞ പേരാണ് എന്താണ്? വൗച്ചർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ക്യാഷ് മെമ്മോ. ഓക്കെ, ക്യാഷ് മെമ്മോ നമ്മള് സാധനം പൈസ കൊടുത്ത് വാങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്നത് ക്യാഷ് മെമ്മോ. ദെൻ ബില്ല് കിട്ടാറുണ്ട് നമുക്ക്, ദെൻ റെസീറ്റ് കിട്ടാറുണ്ട് നമുക്ക്. ഇതെല്ലാം ഓരോ സമയത്ത് നടത്തുന്ന ട്രാൻസാക്ഷൻസിന് അതിനനുസരിച്ച് കിട്ടുന്ന തെളിവുകളാണ്, ട്രാൻസാക്ഷൻസിന്റെ തെളിവുകളാണ് ഈ ക്യാഷ് മെമ്മോ. ദെൻ ഇൻവോയിസ്. ഓക്കെ, ഇതെല്ലാം തന്നെ ഡോക്യുമെന്ററി എവിഡൻസ് ആണ്. ഏതിന്റെയാണ്? ട്രാൻസാക്ഷൻ നടന്നതിന്റെ ഡോക്യുമെന്റ്സ്, സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് ആണിവ. അവയെ പറഞ്ഞ പേരാണ് വൗച്ചർ എന്ന് നമ്മൾ പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ഡ്രോയിങ്സ്. ഡ്രോയിങ്സ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചിരുന്നു. എന്താണ് ഡ്രോയിങ്സ്? ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ക്യാഷ് ഓർ അതർ അസറ്റ്സ് വിച്ച് വിഡ്രോൺ ബൈ ദ ഓണർ ഫോർ ഹിസ് പേഴ്സണൽ പർപ്പസ്. നമ്മൾ അടുത്ത് പഠിക്കുന്നത് എന്താണ് ഡ്രോയിങ്സ്. ഡ്രോയിങ്സ് എന്താണ്? ബിസിനസ് സ്ഥാപനത്തിന്റെ ആവശ്യത്തിനല്ലാതെ സ്വകാര്യ ആവശ്യത്തിന്, പേഴ്സണൽ പർപ്പസിന് വേണ്ടി ബിസിനസിന്റെ ഉടമസ്ഥൻ സ്ഥാപനത്തിൽ നിന്ന് ക്യാഷോ അസറ്റ്സോ പിൻവലിക്കുകയാണെങ്കിൽ, വിഡ്രോ ചെയ്യുകയാണെങ്കിൽ, അതിനെ പറഞ്ഞ എടുക്കുകയാണെങ്കിൽ, എന്താണ്? വ്യക്തിപരമായ ആ വാക്ക് ഓർമ്മിക്കുക. പേഴ്സണൽ പർപ്പസിന് വേണ്ടി ഓണർ സ്ഥാപനത്തിൽ നിന്ന് ക്യാഷ് ഓർ അസറ്റ്സ് വിഡ്രോ ചെയ്യുകയാണെങ്കിൽ അതിന് പറഞ്ഞ പേരാണ് ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഓർമ്മിക്കുക. വൗച്ചർ എന്തായിരുന്നു? സപ്പോർട്ടിംഗ് എവിഡൻസ് അല്ലെങ്കിൽ ഡോക്യുമെന്ററി എവിഡൻസ്. ട്രാൻസാക്ഷൻ നടന്നതിന്റെ തെളിവായിട്ട് ആ ബിസിനസ് സ്ഥാപനം സൂക്ഷിക്കുന്ന ഡോക്യുമെന്റ്സിന് പറയുന്ന പേരാണ് വൗച്ചർ അല്ലെങ്കിൽ സോഴ്സ് ഡോക്യുമെന്റ് നമ്മൾ പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ വന്നത് ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ ദ എമൗണ്ട് ഓഫ് ക്യാഷ് ഓർ അസറ്റ്സ്. ആരാണ് വിഡ്രോ ചെയ്യുന്നത്? ഓണർ വിഡ്രോ ചെയ്യുന്നത്. ഫോർ വാട്ട്? ഫോർ ഹിസ് പേഴ്സണൽ പർപ്പസ്. അയാളുടെ സ്വകാര്യ ആവശ്യത്തിന് വേണ്ടി അയാൾ ബിസിനസ്സിൽ നിന്ന് ക്യാഷോ അല്ലെങ്കിൽ എന്തെങ്കിലും അസറ്റോ എടുക്കുകയാണെങ്കിൽ അതിനെ പറഞ്ഞ പേരാണ് ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് എന്താണ് പർച്ചേസസ്. എന്താണ് പർച്ചേസസ്? നമ്മൾ സെയിൽസ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. മെയിൻ റവന്യൂ ആണ്, പ്രധാനപ്പെട്ട ഒരു വരുമാനമാണ് സ്ഥാപനത്തിന്റെ സെയിൽസ്. നമ്മൾ പറഞ്ഞു. എന്താണ് പർച്ചേസസ്? ഇറ്റ് ഈസ് ആൻ എക്സ്പെൻസസ് ഇൻകേർഡ് ഫോർ പ്രൊക്യൂർമെന്റ് ഓഫ് ഗുഡ്സ്. സാധനം വാങ്ങണ്ടേ? ബിസിനസ് സ്ഥാപനത്തിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങുമ്പോൾ ഉണ്ടാകുന്ന ചെലവിനെ പറഞ്ഞ പേരാണ്
സാധനങ്ങൾ വാങ്ങുമ്പോൾ ഉണ്ടാകുന്ന അല്ലെങ്കിൽ സാധനം നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിലേക്ക് കൊണ്ടുവരണം, അതിനുണ്ടാകുന്ന ചെലവിനെ പറഞ്ഞ പേരാണ് പർച്ചേസസ്. പർച്ചേസസ് മീൻസ് വാങ്ങുക, ബൈ, ബോട്ട് എന്നൊക്കെ വാക്കുകൾ നമ്മൾ പഠിക്കും. അപ്പൊ പർച്ചേസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് റെപ്രസെന്റ്സ് ദ എമൗണ്ട് ഇൻകേർഡ് ഫോർ എന്തിനു വേണ്ടിയാണ്? പ്രൊക്യൂർമെന്റ് ഓഫ് ഗുഡ്സ്. സാധനങ്ങൾ വാങ്ങുമ്പോൾ അല്ലെങ്കിൽ സാധനങ്ങൾ ബിസിനസ് സ്ഥാപനത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്ന ചെലവിനെ പറഞ്ഞ പേരാണ് പർച്ചേസസ് എന്ന് പറയുന്നത്. പർച്ചേസസ് പ്രധാനമായിട്ട് രണ്ട് തരമുണ്ട്, ക്യാഷ് പർച്ചേസസ് ആൻഡ് ക്രെഡിറ്റ് പർച്ചേസസ്. പർച്ചേസസ് എത്ര തരമുണ്ട്? രണ്ട് തരം, ക്യാഷ് പർച്ചേസസ് ആൻഡ് ക്രെഡിറ്റ് പർച്ചേസസ്. എന്താണ് ക്യാഷ് പർച്ചേസസ്? നിങ്ങൾക്കറിയാം എന്താണ് ക്യാഷ് പർച്ചേസസ്? നമ്മൾ സാധനം വാങ്ങുമ്പോൾ ഉടനെ തന്നെ ക്യാഷ് പേയ്മെന്റ് നടത്തുകയാണെങ്കിൽ, ഇമ്മീഡിയറ്റ് പേയ്മെന്റ് ഓഫ് ക്യാഷ് ആണെങ്കിൽ, സാധനം വാങ്ങിയ ഉടനെ തന്നെ നമ്മൾ ക്യാഷ് കൊടുക്കുകയാണെങ്കിൽ ആ പർച്ചേസ് എന്ന് പറഞ്ഞ പേര് ക്യാഷ് പർച്ചേസസ് എന്നും, അതല്ല നമ്മുടെ പേയ്മെന്റ് വേറൊരു ദിവസത്തേക്ക് നമ്മൾ മാറ്റി വെക്കുകയാണെങ്കിൽ, അത് നമ്മൾ വേറൊരു കാലാവധി പറയുകയാണെങ്കിൽ, കടമായിട്ട് നമ്മൾ സാധനം വാങ്ങുന്നെങ്കിൽ ആ പർച്ചേസ് എന്ന് പറഞ്ഞ പേര് ക്രെഡിറ്റ് പർച്ചേസ്. ഓക്കെ, നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിൽ ചെലവാകുന്നത് എന്തിനു വേണ്ടി? ഗുഡ്സ് വാങ്ങുമ്പോൾ ചെലവാകുന്നതാണ് പർച്ചേസസ് എന്ന് പറഞ്ഞത്. ആ ചെലവ് നമുക്ക് രണ്ട് രീതിയിൽ വരാം. ഒന്നാമത്തേത് ക്യാഷ് പർച്ചേസസ്. എങ്ങനെയാണ് ക്യാഷ് പർച്ചേസസ്? പൈസ കൊടുത്ത് സാധനം വാങ്ങുന്നു. എന്താണ് ക്രെഡിറ്റ് പർച്ചേസസ്? നമ്മൾ കടമായിട്ട് സാധനം വാങ്ങുകയാണെങ്കിൽ അതിനെ പറഞ്ഞ പേര് ക്രെഡിറ്റ് പർച്ചേസ് എന്ന് പറയുന്നു. ദെൻ നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് സ്റ്റോക്ക്. എന്താണ് സ്റ്റോക്ക് എന്ന് നമുക്ക് നോക്കാം. ഇറ്റ് റെപ്രസെന്റ്സ് ദ അൺസോൾഡ് ഗുഡ്സ് അറ്റ് ദ എൻഡ് ഓഫ് ദി അക്കൗണ്ടിംഗ് ഇയർ. നമ്മുടെ കാലാവധി, നമുക്കൊരു അക്കൗണ്ടിംഗ് ഇയർ ഉണ്ടാകും. ജാനുവരി മുതൽ ഡിസംബർ വരെയെന്നോ അല്ലെങ്കിൽ ഏപ്രിൽ മുതൽ മാർച്ച് വരെ. നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ അക്കൗണ്ടിംഗ് കാലാവധി എന്ന് പറയുന്നത് ഒരു വർഷം. അത് നമ്മുടെ ബിസിനസ് സ്ഥാപനം അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവരുടെ സ്ഥാപനത്തിന്റെ പ്രത്യേകത അനുസരിച്ചുകൊണ്ട് അവര് കാലാവധി നിശ്ചയിക്കും, അക്കൗണ്ടിംഗ് പീരീഡ് നിശ്ചയിക്കും. മിക്കവാറും ഫിനാൻഷ്യൽ ബിസിനസ് സ്ഥാപനങ്ങൾ തന്നെ ഏതുകൊണ്ടാണ് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ ആയിരിക്കും. അതല്ല എങ്കിലും ജാനുവരി 1 മുതൽ ഡിസംബർ. ആ അക്കൗണ്ടിംഗ് കാലാവധിക്കകത്ത് വിറ്റ് തീർക്കാത്ത ഉൽപ്പന്നങ്ങൾ ഉണ്ടെങ്കിൽ അവയെ പറഞ്ഞവര് അൺസോൾഡ് ഗുഡ്സിനെ പറഞ്ഞ പേരാണ് സ്റ്റോക്ക് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇറ്റ് ഇൻക്ലൂഡ്സ് റോ മെറ്റീരിയൽസ് ഉണ്ട്, സെമി ഫിനിഷ്ഡ് ഗുഡ്സ് അല്ലെങ്കിൽ വർക്കിംഗ് പ്രോഗ്രസ് ഗുഡ്സ് ഉണ്ടാകാം, ദെൻ ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ടാകാം. ഓക്കെ, ഈ മൂന്നും ഉണ്ടായിരിക്കും. ഏതൊക്കെയാണ് ഈ സ്റ്റോക്കിൽ വരുന്നത്? ഏതൊക്കെയാണ്? റോ മെറ്റീരിയൽസ്, അസംസ്കൃത വസ്തുക്കൾ, ദെൻ സെമി ഫിനിഷ്ഡ് ഗുഡ്സ് അല്ലെങ്കിൽ എന്താണ് അർദ്ധനിർമ്മിത വസ്തുക്കൾ. പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, വർക്കിംഗ് പ്രോഗ്രസ് എന്ന് പറയും. നമുക്ക് അവ ഒന്നും എഴുതാം. ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ വരുന്നത് ഈ അൺസോൾഡ് ഗുഡ്സിൽ വരുന്നത് റോ മെറ്റീരിയൽസ് ഉണ്ടാകാം. ഇവയൊക്കെ നിങ്ങൾ ഇപ്പോഴേ പഠിച്ചാല് റോ മെറ്റീരിയൽസ് ഉണ്ടാകാം. ദെൻ വർക്ക് ഇൻ പ്രോഗ്രസ് അല്ലെങ്കിൽ പണി നടന്നുകൊണ്ടിരിക്കുന്ന ഉൽപ്പന്നമാണ്. അത് കംപ്ലീറ്റ് ഫിനിഷ്ഡ് ഗുഡ്സ് ആയില്ല, ഉൽപ്പന്നമായി മാറിയില്ല. അതിനു മുമ്പ് പകുതി ഉൽപ്പന്നമായി പകുതി ഇനിയും പ്രോസസ് ഉണ്ട്. അതാണ് വർക്ക് ഇൻ പ്രോഗ്രസ് അല്ലെങ്കിൽ സെമി ഫിനിഷ്ഡ് ഗുഡ്സ് എന്ന് പറയുന്നത്. ദെൻ ഫിനിഷ്ഡ് ഗുഡ്സ്. ഓക്കെ, ഇവയെ ചേർന്ന് ഒരുമിച്ച് നമ്മൾ ഒറ്റ വാക്കിൽ വേറൊരു വാക്ക് പറയുന്നുണ്ട്, ഇൻവെന്ററീസ് എന്നും പറയുന്നുണ്ട്. അപ്പോൾ സ്റ്റോക്ക് അല്ലെങ്കിൽ ഇൻവെന്ററീസ്. എന്താണ് സ്റ്റോക്ക് അല്ലെങ്കിൽ? ദ അൺസോൾഡ് ഗുഡ്സ് അറ്റ് ദ എൻഡ് ഓഫ് ദി അക്കൗണ്ടിംഗ് ഇയർ. ആ ബിസിനസ് സ്ഥാപനത്തിന്റെ അക്കൗണ്ടിംഗ് ഇയറിന്റെ അവസാനം, ഒരു വർഷത്തിന്റെ അവസാനം ഉണ്ടാകുന്ന വിൽപ്പന നടത്താത്ത അല്ലെങ്കിൽ അൺസോൾഡ് വിൽക്കാത്ത ഉൽപ്പന്നങ്ങളെ പറഞ്ഞവരാണ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. സ്റ്റോക്ക് പ്രധാനമായിട്ടും ഗുഡ്സ് പ്രധാനമായിട്ടും 3 തരം. ഏതൊക്കെയാണ്? റോ മെറ്റീരിയൽ അസംസ്കൃത വസ്തുക്കൾ, വർക്ക് ഇൻ പ്രോഗ്രസ് അല്ലെങ്കിൽ സെമി ഫിനിഷ്ഡ് ഗുഡ്സ് അർദ്ധനിർമ്മിത വസ്തുക്കൾ, ദെൻ ഫിനിഷ്ഡ് ഗുഡ്സ് ഉൽപ്പന്നങ്ങൾ, അന്ത്യ ഉൽപ്പന്നങ്ങൾ എന്ന് പറയാം. ഓക്കെ, ഇവയെല്ലാം ചേർന്നതാണ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന 2 പ്രധാനപ്പെട്ട 8 ആയി കഴിഞ്ഞു. ഒരു പ്രാവശ്യം കൂടെ നമ്മൾ നേരത്തെ 4 പഠിച്ചത് ഏതൊക്കെയാണ്? പ്രോഫിറ്റ്, ലോസ്, ഗെയിന്. ഇതിന്റെ അടുത്ത് എന്താ പറഞ്ഞത്? ഡിസ്കൗണ്ട് നമ്മൾ പഠിച്ചു. 4 പഠിച്ചു. ഇപ്പൊ നമ്മൾ പഠിച്ചത് വൗച്ചർ, ഡോക്യുമെന്ററി എവിഡൻസ്, സപ്പോർട്ടിംഗ് എവിഡൻസ്, നമ്മുടെ ട്രാൻസാക്ഷൻ നടന്നതിന്റെ തെളിവായിട്ടുള്ള ബില്ല്, റെസീറ്റ്, ഇൻവോയ്സ്, ക്യാഷ് മെമ്മോ. ദെൻ ഡ്രോയിങ്സ്, ഓണർ തന്റെ സ്വകാര്യ ആവശ്യത്തിന് വേണ്ടി, തന്റെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി ബിസിനസ് സ്ഥാപനത്തിൽ നിന്ന് അസറ്റോ ക്യാഷോ വിഡ്രോ ചെയ്യുകയാണെങ്കിൽ അതിനെ പറഞ്ഞ പേര് ഡ്രോയിങ്സ്. ദെൻ പർച്ചേസസ്, ദ എമൗണ്ട് ഇൻകേർഡ് ഫോർ പ്രൊക്യൂർമെന്റ് ഓഫ് ഗുഡ്സ്. സാധനങ്ങൾ, ബിസിനസ് സ്ഥാപനത്തിന് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങുമ്പോൾ ഉണ്ടാകുന്ന ചെലവ് 2 തരമുണ്ട്, ക്യാഷ് പർച്ചേസസ് ആൻഡ് ക്രെഡിറ്റ് പർച്ചേസസ്. ദെൻ അടുത്ത് സ്റ്റോക്ക് ഓഫ് ഗുഡ്സ്. ഏതാണ്? അറ്റ് ദ എൻഡ് ഓഫ് ദി അക്കൗണ്ടിംഗ് ഇയർ, അൺസോൾഡ് ഗുഡ്സ് അറ്റ് ദ എൻഡ് ഓഫ് ദി അക്കൗണ്ടിംഗ് ഇയർ. അവ പ്രധാനമായും 3 തരം: റോ മെറ്റീരിയൽസ്, വർക്ക് ഇൻ പ്രോഗ്രസ് അല്ലെങ്കിൽ സെമി ഫിനിഷ്ഡ് ഗുഡ്സ് ആൻഡ് ഫിനിഷ്ഡ് ഗുഡ്സ്. ഇവയെ നമ്മൾ ഒരു വാക്കിൽ വേറൊരു വാക്ക് പറയുന്നുണ്ട്. എന്താണ്? ഇൻവെന്ററി നമ്മൾ ഇവയെ പറയുന്നുണ്ട്. ഓക്കെ, അടുത്ത് നമ്മൾ പോകുന്ന 2 പ്രധാനപ്പെട്ട ടേംസ് ആണ് ക്രെഡിറ്റേഴ്സ് ആൻഡ് ഡെറ്റേഴ്സ്, അല്ലെങ്കിൽ ബിൽസ് പേയബിൾ അല്ലെങ്കിൽ അക്കൗണ്ട്സ് റിസീവബിൾ ആൻഡ് അക്കൗണ്ട്സ് പേയബിൾ. ഓക്കെ, നമുക്ക് അതിനെ കുറിച്ച് പഠിക്കാം. എന്താണ് ഡെറ്റേഴ്സ്? ആദ്യം നമ്മൾ പഠിക്കുന്നു.
ഡെറ്റേഴ്സ്. ഡെറ്റേഴ്സിന്റെ വേറൊരു പേര് അക്കൗണ്ട്സ് റിസീവബിൾ. ഈ അക്കൗണ്ട്സ് റിസീവബിൾ നമുക്ക് ബിൽസ് റിസീവബിൾ ഉൾപ്പെടുന്നുണ്ട്. ഓക്കെ, ഡെറ്റേഴ്സ് പ്ലസ് ബിൽസ് റിസീവബിൾ ചേർന്നതാണ് അക്കൗണ്ട്സ് റിസീവബിൾ. എന്താണ് നമുക്ക് നോക്കാം. Debtors and accounts receivable. A debtor is a person who owes money to the business. He has received some benefit from the business. ബിസിനസ്സിൽ നിന്ന് എന്തെങ്കിലും, ബിസിനസ് സ്ഥാപനത്തിൽ എന്തെങ്കിലും നേട്ടം ഉൾക്കൊണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് എന്തെങ്കിലും പൈസ, ബിസിനസ് സ്ഥാപനത്തിലേക്ക് എന്തെങ്കിലും പണം കടം കൊടുക്കാനുണ്ടെങ്കിൽ, നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിലേക്ക് നമുക്ക് ആരെങ്കിലും പണം തരാനുണ്ടെങ്കിൽ അവരെല്ലാം നമ്മുടെ ഡെറ്റേഴ്സ് ആണ്. ബിസിനസ് സ്ഥാപനത്തിലേക്ക് പണം തരാനുള്ള വ്യക്തികൾ ഓർമ്മിച്ചിരിക്കുക. എപ്പോഴും നിങ്ങൾ പഠിച്ചു വരുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഡെറ്റർ എന്താണ്, ക്രെഡിറ്റർ എന്താണ്. ഡെറ്റർ മീൻസ് സ്ഥാപനത്തിന് പണം തരാനുള്ള വ്യക്തികളുടെ പറഞ്ഞ പേരാണ് ഡെറ്റേഴ്സ്. ഓക്കെ, സ്ഥാപനത്തിൽ ഒന്നുകിൽ പണം കടമായി വാങ്ങിയത് കൊണ്ടോ അതല്ല എങ്കിൽ ഉൽപ്പന്നങ്ങൾ കടമായിട്ട് വാങ്ങിയത് കൊണ്ടോ ബിസിനസ് സ്ഥാപനത്തിലേക്ക് പണം തരാനുള്ള വ്യക്തികളെ പറഞ്ഞ പേരാണ് എന്ത് പറയുന്നത്, ഡെറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതല്ലെങ്കിൽ അവർക്ക് പറഞ്ഞ പേരാണ് അക്കൗണ്ട്സ് റിസീവബിൾ എന്ന് പറയുന്നത്. They are the assets of the company. കമ്പനിയുടെ അസറ്റ് ആണ്, ആസ്തിയാണ്. എന്തുകൊണ്ട് അവർ നമ്മുടെ ആസ്തിയായി മാറുന്നു? ഡെറ്റേഴ്സ് നമ്മുടെ ബിസിനസ്സിലേക്ക് പണം തരാനുള്ള വ്യക്തികളാണ്. They are owes money to the business. ബിസിനസ്സിലേക്ക് പണം തരാനുള്ള വ്യക്തികളാണ് ഡെറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ബിസിനസിന്റെ സ്ഥാപനത്തിൽ നിന്ന് ഒരു പണം വാങ്ങിയിട്ടുണ്ടാകാം കടമായിട്ട്, അതല്ല എങ്കിൽ സാധനം വാങ്ങിയിട്ടുണ്ടാകാം കടമായിട്ട്. അപ്പൊ ആ പണം നമുക്ക് അവർ തരാനുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിന്റെ അസറ്റ് ആണ്. ഓക്കെ, കാരണം നമ്മുടെ സ്ഥാപനത്തിലേക്ക് പണം തരാനുള്ളവരെ പറഞ്ഞ പേരാണ് ഡെറ്റേഴ്സ് അല്ലെങ്കിൽ അക്കൗണ്ട്സ് റിസീവബിൾ. ദേ ആർ ദ അസറ്റ്സ് ഓഫ് ദി ബിസിനസ്. ഓക്കെ, സോ നമ്മൾ എപ്പോഴും ഈ ഇവരെ എവിടെ കാണിക്കണം? അസറ്റ് സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ്. നമ്മൾ ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡ് ആണ്, ബിക്കോസ് ദേ ആർ ദ അസറ്റ്സ് ഓഫ് ദി ബിസിനസ്. സോ നമ്മൾ ഇത് അസറ്റ് സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ് നമ്മൾ എവിടെ കാണിക്കുന്നത്? എപ്പോഴും ബാലൻസ് ഷീറ്റിന്റെ നമുക്ക് ചിലപ്പോൾ ചോദിക്കും ഡെറ്റേഴ്സ് എപ്പോഴും എവിടെയാണ് കാണിക്കുന്നത്, എവിടെയാണ് നമ്മുടെ അക്കൗണ്ടിൽ കാണിക്കുന്നത്? ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡ്. നമ്മളവിടെ അസറ്റ് സൈഡ് എന്നും ലയബിലിറ്റി സൈഡ് എന്ന രണ്ട് സൈഡ് നമ്മൾ പഠിക്കും ബാലൻസ് ഷീറ്റിൽ. അതിൽ അസറ്റ് സൈഡാണ് ഏത് കാണിക്കേണ്ടത്? ഡെറ്റേഴ്സും അക്കൗണ്ട്സ് റിസീവബിളും കാണിക്കേണ്ടത്. ബിക്കോസ് ദേ ആർ ദ അസറ്റ്സ്. അവർ നമ്മുടെ ബിസിനസ്സിലേക്ക് പണം തരേണ്ടവരാണ്. ഓക്കെ, നമ്മുടെ ബിസിനസ്സിലേക്ക് പണം തരാനുള്ളതുകൊണ്ട് നമ്മൾ അവരെ പറഞ്ഞ പേരാണ് ഡെറ്റേഴ്സ്, അതല്ല എങ്കിൽ അക്കൗണ്ട്സ് റിസീവബിൾ. ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്രെഡിറ്റേഴ്സ്. ക്രെഡിറ്റേഴ്സ് അല്ലെങ്കിൽ അക്കൗണ്ട്സ് പേയബിൾ. ക്രെഡിറ്റേഴ്സ് അല്ലെങ്കിൽ അക്കൗണ്ട്സ് പേയബിൾ. ബിസിനസ്സിലേക്ക് പണം തരാനുള്ളവർ, ബിസിനസ്സിലേക്ക് പണം തരാനുള്ളവർ എന്താ നമ്മൾ പഠിച്ചത്? ഡെറ്റേഴ്സ്. അപ്പൊ ബിസിനസ് പണം കൊടുക്കാനുള്ളവർക്കോ ആരുടെയും കയ്യിൽ നിന്ന് പണം കടമായിട്ട് വാങ്ങിയത് കൊണ്ടോ അതല്ലെങ്കിൽ സാധനം കടമായി വാങ്ങിയത് കൊണ്ടോ നമ്മൾ എന്ത് ചെയ്യണം? ബിസിനസ് എപ്പോഴും അവർക്ക് പണം കൊടുക്കണം. അങ്ങനെ നമ്മൾ ആർക്കൊക്കെയാണോ പണം കടം കൊടുക്കേണ്ടത്, ഓക്കെ, നമ്മൾ സാധനം കടം വാങ്ങിയപ്പോഴേക്കും ആ പണം കൃത്യസമയത്ത് നമ്മൾ തീർക്കണം. ദെൻ അല്ലെങ്കിൽ പൈസ നമ്മൾ ക്യാഷ് കടമായി വാങ്ങിയിട്ടുണ്ടാകാം, ബാങ്കിൽ നിന്ന് കടം എടുത്തിട്ടുണ്ടാകാം, അവർക്ക് നമ്മൾ പണം കടം കൊടുക്കണം. ദെൻ നമുക്ക് റോ മെറ്റീരിയൽസ് നമ്മൾ സപ്ലയറുടെ കയ്യിൽ നിന്ന് കടമായിട്ട് വാങ്ങിയിട്ടുണ്ടാകാം, അവർക്ക് നമ്മൾ പണം കടം കൊടുക്കാറുണ്ട്. അപ്പോൾ ആർക്കൊക്കെയാണോ ബിസിനസ് പണം കൊടുക്കേണ്ടത്, ആർക്കൊക്കെയാണോ ബിസിനസ് ബാധ്യതയുള്ളത്, അവരെ പറഞ്ഞ പേരെല്ലാം എന്താണ്? ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അക്കൗണ്ട്സ് പേയബിൾ എന്ന് പറയുന്നത്. അപ്പൊ അത് ബിസിനസിനെ സംബന്ധിച്ചാണ് നമ്മൾ പണം കൊടുക്കണം അവർക്ക്. അപ്പൊ ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ലയബിലിറ്റിയാണ്, ബാധ്യതയാണ്. അതുകൊണ്ട് തന്നെ അത് എവിടെ കാണിക്കണം? ലയബിലിറ്റി സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ്. ലയബിലിറ്റി സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ്. ഓക്കെ, ബിസിനസ് സ്ഥാപനം പൈസ കൊടുക്കേണ്ട വ്യക്തികൾ ആരൊക്കെയാണോ, സ്ഥാപനമാണെങ്കിൽ സ്ഥാപനം, വ്യക്തികളാണെങ്കിൽ വ്യക്തികൾ, അവരെല്ലാം സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം ക്രെഡിറ്റേഴ്സ് ആണ്. അതൊരു ബാധ്യതയാണ്. അതുകൊണ്ട് തന്നെ അത് എവിടെ കാണിച്ചിരിക്കണം? ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡ് കാണിക്കണം. പക്ഷെ ഡെറ്റേഴ്സ് അങ്ങനെയല്ല, ബിസിനസിന് പണം തരാനുള്ളവരാണ്, അത് നമ്മുടെ സ്ഥാപനത്തിന്റെ അസറ്റ് ആണ്. സോ നമ്മൾ എവിടെ കാണിക്കുന്നു? ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡ് നമ്മൾ കാണിക്കുന്നു. അപ്പൊ ഇത്രയും ഞാനിപ്പോ കുറെ ടേംസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഇത്രയുമാണ് പ്രധാനമായിട്ടും. ഇതിന്റെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. എന്താണ് ഡെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ ബിസിനസ് സ്ഥാപനം എ, നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിന്റെ പേര് എ എന്നാണ്, എ ആൻഡ് കമ്പനി. ഓക്കെ, നമ്മുടെ കമ്പനിയുടെ പേര് എ ആൻഡ് കമ്പനി. ആ സ്ഥാപനത്തിൽ നിന്ന് അനിൽ എന്ന് പറഞ്ഞ വ്യക്തി 2000 രൂപയുടെ സാധനം വാങ്ങിച്ചു. 2000 രൂപയുടെ സാധനം വാങ്ങിച്ചു.
കടമായിട്ട് സാധനം വാങ്ങിച്ചു. അപ്പൊ ഈ അനില് നമുക്ക് എത്ര രൂപ തരണം? 2000 രൂപ തരണം. ഓക്കെ, അനില് 2000 രൂപയുടെ സാധനം വാങ്ങിയത്, നമ്മുടെ കമ്പനിയിൽ നിന്ന് 2000 രൂപയുടെ സാധനം വാങ്ങിയത് കൊണ്ട് അനിൽ എന്ത് ചെയ്യേണ്ടി വരുന്നു? അനില് നമുക്ക് 2000 രൂപ തരണം. അപ്പൊ നമ്മുടെ സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം അനിൽ ആരാണ്? നമ്മുടെ ഡെറ്റർ. ഓക്കെ, നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിലേക്ക് പണം തരാനുള്ള എല്ലാവരും തന്നെ ബിസിനസ്സിൽ നിന്ന് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് അവർ നേടിയിട്ടുണ്ടാകാം. അതിന് പകരമായിട്ട് അവർ നമുക്ക് കടപ്പെട്ടിരിക്കുന്നുണ്ടെങ്കിൽ അവർ നമ്മുടെ ഡെറ്റേഴ്സ് ആണ്, അവിടെ നമ്മുടെ അസറ്റ് ആണ്. ഓക്കെ, അപ്പം അനിൽ നമുക്ക് പണം തരാനുള്ളത് കൊണ്ട് തന്നെ അനിൽ നമ്മുടെ ഡെറ്റർ. തിരിച്ച് നമുക്ക് വേറൊരു ഉദാഹരണം നോക്കാം. നമ്മുടെ A&D കമ്പനി ബിജു എന്ന് പറഞ്ഞ വ്യക്തിയുടെ കയ്യിൽ നിന്ന്, ബിജു എന്ന് പറഞ്ഞ വ്യക്തിയുടെ കയ്യിൽ നിന്ന് A&D കമ്പനി എന്ത് വാങ്ങിച്ചു? ഒരു 5000 രൂപ കടമായിട്ട് വാങ്ങിച്ചു. ബിജു എന്ന് പറഞ്ഞ വ്യക്തിയുടെ കയ്യിൽ നിന്ന് A&D കമ്പനി എത്ര രൂപ കടമായി വാങ്ങിച്ചു? 5000 രൂപ വാങ്ങിച്ചു. അപ്പൊ എന്ത് ചെയ്യണം? അത് എപ്പോഴെങ്കിലും തിരിച്ചു കൊടുക്കണ്ടേ? അപ്പം ബിസിനസ് സ്ഥാപനം ആർക്ക് കടപ്പെട്ടിരിക്കുന്നു? ബിജുവിന്. അപ്പൊ ബിസിനസ് സ്ഥാപനം ആർക്കാണോ പൈസ കൊടുക്കേണ്ടത് ആ വ്യക്തി, ആ സ്ഥാപനത്തിന്റെ ആരാണ്? ക്രെഡിറ്റർ എന്ന് നമ്മൾ പറയുന്നു. ഓക്കെ, അപ്പൊ ഡെറ്റർ സ്ഥാപനത്തിന്റെ അസറ്റും ക്രെഡിറ്റർ സ്ഥാപനത്തിന്റെ ലൈബിലിറ്റിയാണ്. അപ്പൊ നമ്മള് ഫസ്റ്റ് ചാപ്റ്ററിന്റെ എത്തി. എന്താണ് പറഞ്ഞത്? ആദ്യം നമ്മള് ബിസിനസ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ ആദ്യം പഠിച്ചത് എന്താണ് അക്കൗണ്ടൻസി, എന്താണ് അതിന്റെ ഡെഫിനിഷൻ, നമ്മൾ അതിന്റെ റെക്കോർഡിങ്ങും ക്ലാസിഫിക്കേഷനും സമ്മറൈസിങ്ങും ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നു. അതിനുശേഷം നമ്മൾ രണ്ടാമത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് വാട്ട് ആർ ദ എന്താ പറഞ്ഞത്, അതിനുശേഷം നമ്മൾ ബേസിക് ടേംസ്, അതിൽ വരുന്ന ബേസിക് ടേംസ് അതൊക്കെയാണ്. എക്കണോമിക് ഈവന്റ് എന്നാൽ എന്ത്, ദെൻ അടുത്ത് വരുന്നത് എന്തായിരുന്നു, എൻറ്റിറ്റി എന്നാൽ എന്ത്, ഐഡന്റിഫിക്കേഷൻ എന്നാൽ എന്ത്, നമ്മൾ ബേസിക് ടേംസ് നമ്മൾ പഠിച്ചു. ദെൻ നമ്മൾ ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ് പഠിച്ചു. ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് പഠിച്ചു. കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്, ദെൻ പ്രിപ്പറേഷൻ ഓഫ് ബാലൻസ് ഷീറ്റ്, ഫിനാൻഷ്യൽ പൊസിഷൻ മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കുന്നു. ദെൻ മെയിൻറ്റെയിൻസ് റെക്കോർഡ്സ്, ഇതെല്ലാം നമ്മൾ കൃത്യമായി ഒബ്ജക്റ്റീവ്സിൽ പഠിച്ചു. അടുത്ത് നമ്മൾ പഠിച്ചത് ലിമിറ്റേഷൻസ് പഠിച്ചു. എന്തൊക്കെയാണ് ലിമിറ്റേഷൻസ് ഓഫ് അക്കൗണ്ടിങ്? എന്തൊക്കെയായിരുന്നു അത്? ക്വാളിറ്റേറ്റീവ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നില്ല, മണി ട്രാൻസാക്ഷൻസ് മാത്രമേ റെക്കോർഡ് ചെയ്യുന്നുള്ളൂ. രണ്ടാമത്തേത് പറഞ്ഞത് ഒരു പോസ്റ്റ് മോർട്ടം എന്താണ് മാത്രമാണ് റെക്കോർഡ് ചെയ്യുന്നത്. ദെൻ പ്രൈസ് ലെവൽ ചേഞ്ചസിന് റെക്കോർഡ് ചെയ്യപ്പെടുന്നില്ല, അത് പരിഗണിക്കുന്നില്ല എന്നൊക്കെ നമ്മൾ ലിമിറ്റേഷൻസിൽ പഠിച്ചു. ദെൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അക്കൗണ്ടിങ് നമ്മൾ പഠിച്ചു. എന്തൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അക്കൗണ്ടിങ്? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, മാനേജ്മെന്റ് അക്കൗണ്ടിങ് ആൻഡ് കോസ്റ്റ് അക്കൗണ്ടിങ് നമ്മൾ പഠിച്ചു. അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ബേസിക് ടേംസ് നമ്മൾ പറഞ്ഞു. ബേസിക് ടേംസ് എന്താണ്? ട്രാൻസാക്ഷൻ എന്നാൽ എന്താണ്, എൻറ്റിറ്റി എന്നാൽ എന്താണ്, ദെൻ അസറ്റ്സ് എന്നാൽ എന്താണ്, ലയബിലിറ്റി എന്നാൽ എന്താണ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്താണ്, ക്യാപിറ്റൽ എന്താണ്, എക്സ്പെൻഡിച്ചർ, റവന്യൂ എക്സ്പെൻഡിച്ചർ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നാൽ എന്താണ്, ഇവയൊക്കെ നമ്മൾ കൃത്യമായി പഠിച്ചു. ഈ ക്ലാസ്സിൽ നമ്മൾ കുറെ ചെറിയ ചെറിയ ടേം ആണെങ്കിലും പ്രധാനപ്പെട്ട കുറെ ടേംസ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഒന്നാമത്തത് പ്രോഫിറ്റ് പഠിച്ചു, രണ്ടാമത്തത് ലോസ്, മൂന്നാമത്തത് ഗെയിൻ. ഓക്കെ, നേട്ടം ഉണ്ടാക്കുക, വല്ലപ്പോഴും സ്ഥാപനം നടക്കുന്നത് നേട്ടം ഉണ്ടാക്കുന്നതാണ് ഗെയിൻ എന്ന് പറഞ്ഞു. ദെൻ ഡിസ്കൗണ്ട്, രണ്ടു തരം ഡിസ്കൗണ്ട് നമ്മൾ പഠിച്ചു, ക്യാഷ് ഡിസ്കൗണ്ട് ആൻഡ് ട്രേഡ് ഡിസ്കൗണ്ട്. അടുത്ത നമ്മൾ വൗച്ചർ, ഡോക്യുമെന്ററി എവിഡൻസ് ആണ് എന്താണെന്നുള്ളത് നമ്മൾ അത് പഠിച്ചു കഴിഞ്ഞു. ദെൻ ഡ്രോയിങ്സ് പഠിച്ചു, പർച്ചേസസ് പഠിച്ചു. അടുത്തെന്താണ് അത്? അതിനുശേഷം നമ്മൾ ഡെറ്റേഴ്സും ക്രെഡിറ്റേഴ്സും പഠിച്ചു. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പൊ ഇതുവരെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായും പഴയ ക്ലാസ്സുകൾ നിങ്ങൾ കാണണം, ഉറപ്പായിട്ടും കാണണം. അക്കൗണ്ടൻസിയോട് ഇഷ്ടം തോന്നണം നിങ്ങൾക്ക്. അക്കൗണ്ടൻസി ഒരു ടഫായ സബ്ജക്റ്റ് ആണെന്ന് നിങ്ങൾ ഒരിക്കലും മനസ്സിൽ വച്ചേക്കരുത്. നമുക്ക് എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആണ് അക്കൗണ്ടൻസി. അപ്പൊ അതിന്റെ ഒരു ബേസിക്കുള്ള കുറെ കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കുറെ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസറുമായിട്ട് വരും. ഈ ചാപ്റ്ററിൽ ചോദിക്കാവുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും എന്താണെന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ സാധിക്കും. എല്ലാവരും തന്നെ വീഡിയോസ് കാണുക. എന്താണ്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ തൊട്ട് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ബെൽ ഐക്കൺ എനേബിൾ ചെയ്താൽ ഞങ്ങൾ അയക്കുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. താങ്ക് യു.